ഒട്ടുമിക്ക ബിസിനസ് ഓണേഴ്സിനും വരുന്ന ഒരു പ്രശ്നമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല എന്നുള്ളത്. അവരൊരു ഈ ഡിജിറ്റൽ മാർക്കറ്റ് ഏജൻസിക്കൊക്കെ വർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന് വലിയൊരു ബഡ്ജറ്റ് കാണേണ്ടി വരും. നേരെ മറിച്ച് ഒരു ഇൻഹൗസ്ക്ക് ഒരാളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം. അപ്പോൾ അതിനുള്ള ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും. ഈ കേരളത്തിൽ തന്നെ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമീസ് ഉണ്ട്, അഥവാ ഡിജിറ്റൽ അക്കാദമീസ് ഉണ്ട്. ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇതൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് അക്കാദമീസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്ക് ഏജൻസിൻ്റെ കീഴിലുള്ള അക്കാദമി ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഈ ഒരു അക്കാദമിയിൽ പഠിപ്പിക്കുന്ന ട്രെയിനേഴ്സിനായിട്ട് ബന്ധപ്പെട്ട അവരായിട്ട് എന്ത് ചെയ്യുക, അവരോട് ചോദിക്കുക, നിങ്ങളെ സ്റ്റുഡൻസിൽ ഏറ്റവും കാലിബറുള്ള നല്ല പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആരാണ് ചോദിക്കുക. അവർ കുറച്ച് സ്റ്റുഡൻസിന് നിങ്ങൾക്ക് തന്നെ റെക്കമെൻഡ് ചെയ്തു തരും. അവർക്ക് എന്ത് ചെയ്യാം, അവരെ നിങ്ങളുടെ സ്ഥാപനത്തേക്ക് ജോലിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അവർക്ക് ഫ്രീലാൻസ് വർക്ക് ഏൽപ്പിക്കാം. ഫ്രീലാൻസ് വർക്ക് ഏൽപ്പിക്കുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ട്രെയിനേഴ്സ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവല്. അപ്പോൾ അവരോട് തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ മനസ്സിലാക്കി നിങ്ങളെ സ്ഥാപനത്തിന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗത്തിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നുള്ളതാണ്.